മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എമ്പുരാൻ കുതിക്കുകയാണ്. മാർച്ച് 27-ന് പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടകം പല റെക്കോർഡുകളും മറികടന്ന് മുന്നേറുകയാണ്. ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബൽ കൂടി എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് 72 ദിവസം കൊണ്ട് നേടിയ 241 കോടി എന്ന നേട്ടമാണ് വെറും 10 ദിവസം കൊണ്ട് എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. ഇതോടെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ടാഗും എമ്പുരാൻ സ്വന്തമാക്കി കഴിഞ്ഞു. റിലീസ് ചെയ്ത ദിവസങ്ങൾ കഴിയുമ്പോഴും മറ്റു സിനിമകളെ പിന്തള്ളി ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പനയിൽ ചിത്രം ഒന്നാമതായി തുടരുകയാണ്. ചിത്രത്തിന്റെ വൻ വിജയത്തിൽ നിർമ്മാതാക്കൾ പ്രേക്ഷകരുടെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഈ നിമിഷം ഞങ്ങൾക്ക് മാത്രമല്ല, തിയേറ്ററുകളിൽ പ്രതിധ്വനിച്ച ഓരോ ഹൃദയമിടിപ്പിനും ഓരോ സന്തോഷത്തിനും ഓരോ കണ്ണീരിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് ആശീർവാദ് സിനിമാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം 103.25 കോടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓവർസീസിൽ 15 മില്യൺ കടന്ന എമ്പുരാൻ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ്. ഓവർസീസിൽ ഛാവയുടെ കളക്ഷനെയാണ് എമ്പുരാൻ പിന്നിലാക്കിയത്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടമാണിത്. ആദ്യ ദിനം മുതൽ സിനിമ മികച്ച കളക്ഷനോടെയാണ് മുന്നേറുന്നത്. ആദ്യ ദിനത്തിൽ 67 കോടിയിലധികം നേടിയ സിനിമ 48 മണിക്കൂർ പിന്നിട് മുന്നേ ആഗോളതലത്തിൽ 100 കോടി ക്ലബ്ബിലെത്തിയിരുന്നു. എമ്പുരാൻ 5 ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. എമ്പുരാൻ റിലീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ 24 കട്ടുകളാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്ത സിനിമയുടെ പതിപ്പിൽ വരുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനായി ഒഴിവാക്കുകയും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിവാദമായ വില്ലന്റെ ബജ്രംഗി എന്ന പേര് ബൽദേവ് എന്ന് തിരുത്തുകയും ചെയ്തു. ഇതിനു പുറമെ സിനിമയിലെ നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിരുന്നു. അതേസമയം മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കിവെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ചിത്രത്തിന് മൂന്നാം ഭാഗമുണ്ടാകുമെന്നും ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ലെന്നും എമ്പുരാൻ പ്രൊമോഷൻ വേളയിൽ പൃഥ്വിരാജും പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ വിവാദങ്ങൾക്കിടെ മൂന്നാം ഭാഗമുണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രമുണ്ടാകുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ പേര് അസ്രയേൽ എന്നായിരിക്കുമെന്ന സൂചനകൾ സംഗീത സംവിധായകൻ ദീപക് ദേവും നൽകിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.